അമേരിക്കൻ അന്തർവാഹിനി ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ഡീന തകർത്തതിനെ തൊട്ടുപിന്നാലെ മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പൽ കൂടി ശ്രീലങ്കൻ തീരത്തേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. 100-ലധികം സൈനികരുള്ള ഈ കപ്പൽ സുരക്ഷാ കാരണങ്ങളാൽ ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. 100-ലധികം നാവികരുള്ള രണ്ടാമത്തെ ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്തിന് തൊട്ടടുത്ത് എത്തിയതായി ശ്രീലങ്കൻ മന്ത്രി നളിത ജയതിസ പാർലമെന്റിനെ അറിയിച്ചു. ഐറിസ് ഡീന നേരിട്ടതിന് സമാനമായ ആക്രമണം തങ്ങൾക്കും നേരിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് കപ്പലിലെ സൈനികർ. ബുധനാഴ്ച ശ്രീലങ്കയിലെ ഗാൾ തീരത്തിന് 40 കിലോമീറ്റർ അകലെ വെച്ചാണ് അമേരിക്കൻ സമുദ്രസേനയുടെ അത്യാധുനിക മാർക്ക് 48 ടോർപീഡോ ഉപയോഗിച്ച് ഐറിസ് ഡീന തകർത്തത്. ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 87 പേർ കൊല്ലപ്പെടുകയും 60ഓളം പേരെ കാണാതാവുകയും ചെയ്തു. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. വിശാഖപട്ടണത്തിന് നടന്ന ഇന്ത്യൻ നാവികസേനയുടെ മിലാൻ 2026 അഭ്യാസ പ്രകടനത്തിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഐറിസ് ഡീന ആക്രമിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശത്രുരാജ്യത്തിന്റെ കപ്പലിനെ ടോർപീഡോ ഉപയോഗിച്ച് മുക്കുന്നത് ഇതാദ്യമാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് പറഞ്ഞു. ഇറാന്റെ നാവിക ശക്തിയെ തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഈ ആക്രമണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. ഇതിന് പ്രതികാരമായി വ്യാഴാഴ്ച പേർഷ്യൻ ഉൾക്കടലിൽ ഒരു അമേരിക്കൻ ടാങ്കറിനെ ഇറാൻ തീയിട്ടു. നിലവിൽ നിഷ്പക്ഷ നിലപാടാണ് ശ്രീലങ്ക സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനിയൻ കപ്പലിനെ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന ഇറാനിയൻ അംബാസഡറുടെ അഭ്യർത്ഥനയിൽ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അയൽപ്പക്കത്ത് നടക്കുന്ന ഈ യുദ്ധനീക്കങ്ങൾ മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിയൻ കപ്പലുകൾ ഇന്ത്യയുടെ അതിഥിയായി വന്നവരാണെന്നും ഇന്ത്യയുടെ മൂക്കിന് താഴെ നടന്ന ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വിമർശിച്ചു. ഇസ്രായേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കുന്നത് മേഖലയിലെ സാമ്പത്തിക സുരക്ഷാ സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.